الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ റമളാൻ കഴിഞ്ഞു 2 ആഴ്ചയായി. അന്ന് നേടിയെടുത്ത നന്മകൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലയുറപ്പിക്കാനാണ് നമ്മൾ നോമ്പെടുത്തത്. നിങ്ങൾ തഖ്വയുള്ളവരായിത്തീരാൻ എന്ന് പറഞ്ഞല്ലോ, ലഅല്ലക്കും തത്തഖൂൻ. ആ തഖ്വ എന്ന് പറയുന്നത് മനസ്സിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. ആ തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മനസ്സിലാണ് എന്ന അർത്ഥത്തിലാണ്. മനസ്സാവട്ടെ ഇപ്പോഴും പിടികിട്ടാത്ത ഒരു അത്ഭുതമാണ്. എന്താണ് മനസ്സ് എന്ന്, അതെവിടെയെല്ലാമാണ് എന്ന്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായും പറയാൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നായി, മനസ്സ് കേടുവന്നാൽ മനുഷ്യൻ കേടുവന്നു. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ. അല്ലാഹു തആല സത്യം ചെയ്ത് പറയുന്ന നഫ്സ്, ആ നഫ്സിനെ ഏതാണ്ട് പറയുന്ന ഒരു മലയാളമാണ് മനസ്സ് എന്ന്. അപ്പോൾ നഫ്സിനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്, നഫ്സ് ആണ് സത്യം, അതിനെ ശരിപ്പെടുത്തിയ രൂപമാണ് സത്യം. എന്നിട്ട് അള്ളാഹു തആല ആ നഫ്സിന് ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ, ആ നഫ്സിന് അതിൻ്റെ ഫുജൂർ എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്ത നല്ലതല്ലാത്ത കാര്യങ്ങൾ ഏത് എന്നും തഖ്വയായ കാര്യങ്ങൾ ഏത് എന്നും അല്ലാഹു തആല ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നാണ്. അപ്പം ഇനി ചെയ്യേണ്ടത് അത് തിരഞ്ഞെടുക്കുകയാണ്. ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ഇതാണ് നല്ലത്, ഇതാണ് മോശം എന്ന് അല്ലാഹു തആല നമ്മെ മുമ്പിൽ കാണിച്ചു തന്നു. ഇനി തിരഞ്ഞെടുക്കേണ്ട കാര്യം നമുക്കാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുള്ള മനസ്സുണ്ടോ എന്നതാണ്. ഇപ്പം ചില ആളുകൾ പടച്ചോനുണ്ടോ, അതാരെ കണ്ടിട്ടുണ്ടോ, ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ, ബുദ്ധിപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ, അങ്ങനെ ചോദിക്കും. യുക്തിവാദികൾ, ദൈവനിഷേധികൾ, സ്വതന്ത്ര ചിന്തകർ, ശാസ്ത്രീയ ചിന്തകർ എന്നൊക്കെ പറയുന്ന ആളുകൾ, സത്യം പറഞ്ഞാൽ അവർ ശാസ്ത്രവും പഠിച്ചിട്ടില്ല, മതവും പഠിച്ചിട്ടില്ല. അതാണ് കാരണം. ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ശാസ്ത്രം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള സാധനങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവായിട്ടല്ല
അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതാണ്, ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വസാധനങ്ങളും. പിന്നെ മനുഷ്യന്റെ ബുദ്ധി, ചിന്ത, മനസ്സെന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ കഴിവെത്രയാ, അതും നമ്മൾ അറിയണമല്ലോ. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ എന്തെല്ലാം സാധിക്കും? ഒരു കൊച്ചുകുട്ടിക്ക് ഇന്ന് നമ്മൾ മുതിർന്നവർ പഠിക്കുന്ന ഭൗതിക ശാസ്ത്രങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുമോ? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മറ്റ് കാര്യങ്ങൾ ചെറിയ കുട്ടിയോട് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല. എന്താ കാരണം? അവൻ്റെ ബുദ്ധി അത്രേ ഉള്ളൂ. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് ഇൽമ് കുറച്ചു മാത്രമേ തന്നിട്ടുള്ളൂ എന്ന്. അത് ഇനി വരാനിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരും അവരിലെ മുഴുവൻ ബുദ്ധിജീവികളും പഠിച്ച് കണ്ടുപിടിച്ച എല്ലാ ഇൽമു കൂട്ടിയാലും ഇല്ലാ ഖലീല, അത് കുറച്ച് തന്നെയാണുള്ളത്. യസലൂനകാനി റൂഹി, റൂഹിനെ കുറിച്ച് അവർ ചോദിക്കുന്നു. അല്ലാഹ് പറയാ റൂഹ് എന്താണ് എന്ന്. ഖുലി റൂഹു മിൻ അംരി റബ്ബി, പറയുക റൂഹ് എൻ്റെ റബ്ബിൻ്റെ അടുത്തുള്ള ഒരു കാര്യമാണ്. റബ്ബിൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് വിവരമുള്ളൂ. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് ഇൽമ് കുറച്ചേ തന്നിട്ടുള്ളൂ എന്ന്. ഇപ്പം നമ്മൾ പറയല്ലോ, അസുഖമായി ആശുപത്രിയിലായി, കുറെ കഴിഞ്ഞ് മരിച്ചും പോയി. മരിച്ചു പോയെന്ന് നമ്മൾ പറയാം റൂഹ് പോയി, ജീവൻ നഷ്ടപ്പെട്ടു. എന്താ നഷ്ടപ്പെട്ടത്? അയാളുടെ ശരീരം അങ്ങനെ തന്നെ ഉണ്ടല്ലോ, അവയവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് നിലച്ചു പോവുകയാണ്. എന്ത് പോയപ്പോഴാണ് നമ്മൾ പറയും ജീവൻ പോയപ്പോൾ, റൂഹ് പോയപ്പോൾ. എന്നാൽ എന്താണ് റൂഹ്? അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയോ? അത് സാധ്യമല്ലല്ലോ. അപ്പൊ നമ്മൾ അല്പം നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ചിന്തയെ, അതിൻ്റെ കഴിവെത്രയാണ്, അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പ്രപഞ്ചത്തെ നോക്കണം. അപ്പൊ അവന് മനസ്സിലാകും ഇതിനൊരു സൃഷ്ടാവുണ്ട് എന്ന്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. സൂറത്തു ആലു ഇമ്രാനിലെ 190-ാമത്തെ ആയത്താണിത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ തീർച്ചയായും ഉണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാത്രിയും പകലും മാറി മാറി വരുന്നതിലും ഉണ്ട്. എന്ത്? ലആയാത്തിൻ, ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യർക്ക്. ഇത് ചിന്തിച്ചാൽ മതിയെന്ന. ആകാശം, ഭൂമി, അതിലുള്ള വസ്തുക്കൾ, നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഉൽക്കകൾ, എന്തെല്ലാം. ഭൂമിയിലാണെങ്കിൽ പ്രതലമായ ഭൂമി, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, മരങ്ങൾ, ജീവികൾ, എന്തെല്ലാം. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യർക്ക്. ബുദ്ധിയില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ പറയാം, എന്ത് പടച്ചോന്, എന്ത് അല്ലാഹു, എന്ത് സൃഷ്ടാവ്. ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവരാലോചിക്കും. എന്നിട്ടോ ഈ വസ്തുക്കൾ മുഴുവനും ഇന്ന ഫീ ഖൽഖിൽ സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അള്ളാഹുവിനെ സദാ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ഖൽഖുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെക്കുറിച്ച്, അതിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അവർ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചാൽ അവർ പറയാന്താണെന്നറിയോ? മാ റബ്ബനാ മാ, അള്ളാഹുവേ നീ ഇതിനെ, മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതിനെ വെറുതെ സൃഷ്ടിച്ചതല്ല, എങ്ങനെയോ വെറുതെ ഉണ്ടാക്കി വിട്ടതല്ല. ഇതിന് ക്രമമുണ്ട്, രൂപമുണ്ട്, വ്യവസ്ഥയുണ്ട്, വളരെ സങ്കീർണമായ ഒരു രൂപവുമുണ്ട്, എല്ലാറ്റിലുമുണ്ടത്. അതുണ്ട് എന്ന് മനസ്സിലായാൽ പിന്നെ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? അതെങ്ങനെ ഉണ്ടായി എന്നതാണ്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, നമ്മുടെ ആയത്തുകളെ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. വിവിധ ഭാഗങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ ചക്രവാളങ്ങളിൽ,
എവിടെ നോക്കിയാലും ഒരായത്ത്. ആയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഖുർആനിലെ ആയത്ത്, നമ്മൾ ആയത്ത് എന്ന് പറയും ഓതുന്ന വാചകം. ഈ ഭൂമി മുഴുവനും ആകാശം മുഴുവനും ഭൂമിയിലുള്ള മുഴുവൻ സാധനങ്ങളും അള്ളാഹിന്റെ ആയത്തുകളാണ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുള്ള തെളിവാണത്. എന്നിട്ട് പറയുന്നത് ഏതുവരെ സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖ് വഫി അൻഫുസിഹിം, അവരുടെ ശരീരത്തിലും നമ്മൾ കാണിച്ചു കൊടുക്കുന്ന എന്ത് ആയത്തുകളെ, ഹത്താ യതബയ്യന ലഹും, അവർക്ക് ബോധ്യം വരുന്നത് വരെ, അന്നഹുൽ ഹഖ്, ഈ ഖുർആൻ ഹക്കാണ് എന്ന്. ഖുർആനിലാണല്ലോ അള്ളാന്റെ ആയത്തുകൾ, കാര്യങ്ങൾ, ദീനൊക്കെ പറയാം. അത് ഹക്കാണെന്ന് അവർക്ക് ബോധ്യമാകുമാറ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ മനുഷ്യന്റെ ശരീരത്തിലും ആയത്തുകൾ കാണിച്ചു കൊടുക്കും. അവലം യക്ഫി ബിറബ്ബിക, നിന്റെ രക്ഷിതാവിന് പോരെ, അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാ കാര്യങ്ങൾക്കും അവൻ സാക്ഷിയാണ് എന്നത്. ഇങ്ങനെ ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നാണ്. വഫിൽ അർളി ആയാത്തുൻ ലിൽ മുഖിനീൻ, അല്ലാഹുവിൽ ദൃഢവിശ്വാസമുള്ള ആളുകൾക്ക് ഈ ഭൂമിയിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫി അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിലുമുണ്ട്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ? നമ്മളിങ്ങനെ നോക്കാതെ ജീവിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. നമ്മൾ എണീറ്റ് നിൽക്കുന്നുണ്ട്, കുത്തനെ നിൽക്കുന്നുണ്ട്, ബാലൻസ് തെറ്റാതെ നടക്കുന്നുണ്ട്, തിന്ന ഭക്ഷണം ദഹിക്കുന്നുണ്ട്, നമ്മൾ കിടന്നാൽ ഉറങ്ങുന്നുണ്ട്, അപ്പോഴും നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹൃദയം പിടിക്കുന്നുണ്ട്, എല്ലാം. എന്നാൽ അതിനെക്കുറിച്ച് ആലോചിച്ചാലോ? ഞാൻ മനുഷ്യ ശരീരത്തെക്കുറിച്ച് എഴുതിയ ചില ലേഖനങ്ങൾ, ശാസ്ത്രീയ ലേഖനങ്ങൾ വായിച്ചു. ഇപ്പോഴും അതൊക്കെ വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതമായി തോന്നുന്നു. മനുഷ്യന്റെ ബീജം, ബീജസങ്കലനം, ഗർഭധാരണം, വയറ്റിൽ ഭ്രൂണം, ശിശു, പ്രസവം, കുഞ്ഞിൻ്റെ വളർച്ച, ഇതൊക്കെ നോക്കുമ്പോൾ അതിൽ ഓരോന്നിലും എത്രയോ പേജുകൾ എഴുതിയിട്ടുണ്ട്. എന്താണ് ബീജം? അതെങ്ങനെയാണ് അണ്ഡവുമായി ചേരുന്നത്? ഒരൊറ്റ ബീജമാണ് കോടിക്കണക്കിന് അണ്ഡമുള്ളതിൽ ഒന്നിനോട് മാത്രം ചേരുന്നത്. അത് മാത്രമാണ് കുഞ്ഞായിത്തീരുന്നത്. കുഞ്ഞ് വയറ്റിൽ കിടക്കുന്ന സമയത്ത് അത് വളരണം, അതിന് ആഹാരം കിട്ടണം, അതിന് ചൂടും തണുപ്പും അതിന് പറ്റിയ വിധത്തിലായിരിക്കണം. അതെങ്ങനെ, ആര് നൽകുന്നു? അത് ആലോചിച്ചാൽ അറിയാം, നമ്മൾ ആരുമല്ല നൽകുന്നത്. അത് സൃഷ്ടാവായ ഒരുവൻ അത് നൽകുന്നു, അള്ളാഹു നൽകുന്നു എന്ന്. മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കിയത് ഇപ്പം മാംസമുണ്ട്, എല്ലുണ്ട്, തൊലിയുണ്ട്, എല്ലാമുണ്ട്. കോശങ്ങളാണ്. ഈ കോശങ്ങളെക്കുറിച്ച് പറയുന്നത് എല്ലാ കോശങ്ങളിലുമുള്ള DNA തന്മാത്രകൾ നിവർത്തി വെച്ചാൽ 16,000 കോടി കിലോമീറ്റർ നീളമുണ്ടാകുമെന്ന്. നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ? നമ്മുടെ ഒരാളെ ശരീരത്തിലുള്ള കോശങ്ങളിലുള്ള DNA അതെടുത്ത് നിർത്തി വെച്ചാൽ 16,000 കോടി കിലോമീറ്റർ, 16,000 കിലോമീറ്റർ അല്ല, 16,000 കോടി കിലോമീറ്റർ ഉണ്ടാകുമെന്ന്. തലച്ചോറിൽ കോടിക്കണക്കിന് നാഡീവ്യൂഹങ്ങളിലൂടെ ന്യൂറോൺസ് എന്ന് പറയുന്നത് മിന്നൽ വേഗത്തിൽ വിവരങ്ങൾ കൈമാറുന്നു. വിവരങ്ങൾ കൈമാറണം തലച്ചോറും ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളുമായി. എല്ലാം അങ്ങനെയാണ്. വളരെ പെട്ടെന്ന് വിവരങ്ങൾ കിട്ടണം, ഓർമ്മകൾ കിട്ടണം, അറിവുകൾ നമുക്കുണ്ടാവണം. അല്ലേ? കണ്ണിലേക്കൊരു വസ്തു വന്നാൽ കണ്ണ് പെട്ടെന്ന് ചിമ്മണം, കാല് ഒരു മുള്ളിൽ തറച്ചാൽ പെട്ടെന്ന് കാലെടുക്കണം. ഇതൊക്കെ മിന്നൽ വേഗത്തിലാണ് ഇതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും അത് കിട്ടുന്നതും. ശരീരത്തിലെ രക്തക്കുഴലുകൾ എല്ലാം കൂടി യോജിപ്പിച്ചാൽ ഭൂമിയെ പലതവണ ചുറ്റാനുണ്ടാകും. ഒരാളെ ശരീരത്തിലേനോ പറയുന്നത്. അതുപോലെ ഏകോപനം എന്ന് പറഞ്ഞാൽ ഈ തമ്മിലെല്ലാം കൂടിയുള്ള കോർഡിനേഷൻ. ഒരു വ്യവസ്ഥക്ക് ഒരു കോർഡിനേഷൻ വേണം, അതിനൊരു സെൻറ്റർ വേണം, അത് ചലിക്കണം, ചലിപ്പിക്കണം. ഹൃദയം, ശ്വാസകോശം, വൃക്ക, കരള്, ദഹന വ്യവസ്ഥ തുടങ്ങിയ പ്രധാനപ്പെട്ട അവയവങ്ങളൊക്കെ തമ്മിൽ കൃത്യമായൊരു ഏകോപനം വേണം. ഇത് തമ്മിൽ ഏകോപനം ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ അസുഖം വന്നതെന്ന് പറയാം. അല്ലെ? ICUവിൽ കൊണ്ടിട്ടാൽ എന്താ ചെയ്യുന്നത്? വെന്റിലേറ്ററിൽ എന്താ ചെയ്യുന്നത്? ശരീരത്തെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട്, അല്ലെ? പോരായ്മകൾ നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ ശരീരം തന്നെ അത് ചെയ്യുന്നു എന്നാണ്. കേടുപാടുകൾ എപ്പോഴും നമ്മുടെ ശരീരം അത് കേടുപാടുകൾ തീർക്കുന്നുണ്ട്. അതുപോലെ രോഗാണുക്കൾ വരുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ വ്യവസ്ഥയാണ് മനുഷ്യൻ്റെ ശരീരം.
ഇത് ഓരോന്നും നമ്മൾ പിന്നീട് ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിച്ച് പഠിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ഇനി ഇവിടെയുള്ള മറ്റ് വസ്തുക്കളോ? എല്ലാ സാധനങ്ങളിലും അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ അത്ഭുതങ്ങളെ പറ്റി പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ ഈ ആയത്തുകളെ നമുക്ക് കാണാൻ സാധിക്കും. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അള്ളാഹുവിൻ്റെ അടുത്താണ് ഗൈബിൻ്റെ ഖജനാവുകൾ അല്ലെങ്കിൽ അതിൻ്റെ താക്കോലുകൾ. ലാ യഅലംഹാ ഇല്ലാ ഹുവ, അത് അള്ളാഹു അല്ലാതെ ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അള്ളാഹു അല്ലാതെ ആരും അറിയില്ല. ഗൈബ്, നാളെ എന്തുണ്ടാകും, അടുത്ത നിമിഷം എന്തുണ്ടാകും. ഇപ്പൊ നമ്മൾ ഗൈബ് എന്ന് പറയുന്ന അദൃശ്യം, അമാനുഷികം ഒക്കെ ആയ കാര്യങ്ങളില്ലേ, അത്. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ളത് അള്ളാഹ്ക്കറിയാം. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു ഇല പോലും വീഴുകയില്ല അള്ളാഹു അതറിയാതെ. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർള് വലാ റുതബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. രാത്രിയിൽ ഭൂമിയിലുള്ള ഇരുട്ടുകളിൽ ഉള്ള ഒരു ചെറിയ ധാന്യമണി പോലും, അതുപോലെ അവിടെയുള്ള പച്ചയായിട്ടുള്ളതും ഉണങ്ങിയതുമായ വസ്തുക്കളും, ഇതൊക്കെ തന്നെയും ഒരു കിതാബിൽ വ്യക്തമായി രേഖപ്പെടുത്തിയതാണെന്ന്. കാരണം ഇത് മുഴുവൻ അള്ളാഹ്ക്കറിയാം, ഇത് വേറെ ആർക്കും അറിയില്ല. ഇനി അറിയുന്ന പലരും പറയുന്നുണ്ട് ദിവ്യന്മാർക്കും പറ്റില്ല, വെറുതെ പറയാണ്. ഇല വീഴുന്നത് പോലും ഇന്ന ദിവ്യൻ അറിയും, അല്ലെ ഇന്ന സിദ്ധൻ അറിയും, അതൊക്കെ വെറുതെ പറയാം. അള്ളാഹു പറഞ്ഞത് ഇത് അള്ളാഹുവിൻ്റെ അറിവ് എന്ന നിലക്ക് പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ആവശ്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് മനസ്സിനെ ആ വഴിക്ക് കൊണ്ടുവരണം. മനുഷ്യരോടുള്ള ബന്ധം, അള്ളാഹുവിനോടുള്ള ബന്ധം, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, മനുഷ്യരോടുള്ള ബാധ്യതകൾ, അത് രണ്ടും നിർവഹിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് അതിന് പാകപ്പെടണം, മനസ്സ് നന്നാവണം. മനസ്സ് നന്നായില്ലെങ്കിൽ അവിടെയാണ് ഈ പറഞ്ഞ ദൈവനിഷേധം, കുഫ്ർ, അതുപോലെ തന്നെ ധിക്കാരം ഒക്കെ കടന്നു വരുന്നത്. മനസ്സ് നന്നായാൽ, വിനയമുണ്ടായാൽ, ആ വിനയത്തോടു കൂടി പഠിച്ചാൽ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും. അതാണ് മനുഷ്യൻ നന്നാവാനുള്ള വഴി എന്ന് നാം മനസ്സിലാക്കണം. തഖ്വയുടെ കുറവ് വലിയ പ്രശ്നമാണ്. തഖ്വ ഇല്ലാതാവുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും. നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിലുള്ളതാ, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അല്ലാഹു എൻ്റെ നഫ്സിന്, എൻ്റെ മനസ്സിന് തഖ്വ നൽകണമേ. വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ, അതിനെ നീ സംസ്കരിക്കണമേ, ശുദ്ധീകരിക്കണമേ, നീയാണ് അതിനെ ശുദ്ധീകരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ. അൻത വലിയുഹ വ മൗലാഹ, പടച്ചവനെ നീയാണ് അതിൻ്റെ രക്ഷാധികാരിയും അതിൻ്റെ ഉടമസ്ഥനും. അപ്പൊ എൻ്റെ നഫ്സിനെ നിന്റെ വഴിയിൽ നീ നടത്തണമെന്ന. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. മറ്റൊരു ദുആണ്, മനസ്സിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, എൻ്റെ കൽബിനെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തി തരണമേ എന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വലിയ ഒരു നന്മയായി നമ്മുടെ മനസ്സിന് വിനയത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നത് അനിവാര്യമാണ്. അങ്ങനെയാകുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളും തെറ്റായ ആലോചനകളും മനുഷ്യനിൽ നിന്ന് മാറിപ്പോകും. സമയന വ അത്തഅന, സമയന വ അത്തഅന, അല്ലാഹുവേ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്ന നിലക്ക് ഈ ചെറിയ ബുദ്ധിയുള്ള മനുഷ്യൻ ആലോചിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ തയ്യാറാവും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. നമ്മളൊക്കെ നന്നാവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ നമ്മുടെ ദൗർബല്യം കൊണ്ട്, ബുദ്ധിമോശം കൊണ്ട്, വേണ്ടത്ര ചിന്തിക്കാത്തത് കൊണ്ട് മോശമായ നിലക്ക് ജീവിതത്തിൽ പലതും ചെയ്തു പോകുന്നുമുണ്ട്. ഒരാൾ നല്ലവനായി ജീവിച്ചാൽ
അത് ആളുകൾക്ക് അനുഭവപ്പെടും അവൻ നല്ലവനാണ് എന്ന്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റജുലുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ വന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, കൈഫ ലി അൻ അഅലമ ഇദാ അഹ്സൻതു, ഞാൻ നല്ലതാണ് ചെയ്തത് എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാകും, വൈദ അസൽതു, അല്ലെങ്കിൽ ഞാൻ മോശമാണ് ചെയ്തത് എന്ന്, ഞാൻ നല്ലവനാണ് അല്ലെ മോശക്കാരനാണ് എന്ന് എനിക്ക് തന്നെ എങ്ങനെ ബോധ്യം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅത ജീറാനക യഖൂലൂന ഖദ് അഹ്സൻത ഫഖദ് അഹ്സൻത, നിന്റെ അയൽവാസികൾ നിന്നെക്കുറിച്ച് നീ നല്ലവനാണ് എന്ന് പറയുന്നത് നീ കേട്ടാൽ നീ നല്ലവനാണ് എന്ന് പറഞ്ഞാൽ നിന്നെ ഏറ്റവും കൂടുതൽ അറിയുന്ന അയൽവാസികളാണല്ലോ നമ്മുടെ കുടുംബം കഴിഞ്ഞാൽ പിന്നെ. അപ്പം അവരുടെയൊക്കെ അഭിപ്രായം നീ നല്ലതാണ് ചെയ്യുന്നത്, നല്ലവനാണ് എന്ന് അവർ പറയുന്നത് നീ കേട്ടാൽ നീ നല്ലവനാണ്. അതുപോലെ തന്നെ ഫൈദാ സമീഅതഹും യഖൂലൂന ഖദ് അസഅത ഫഖദ് അസഅത, നിന്റെ അയൽവാസികളൊക്കെ ഇയാളൊരു മോശക്കാരൻ, ഇയാൾ ചെയ്യുന്നതൊക്കെ മോശം എന്ന് പറയുന്നതാണ് നീ കേട്ടതെങ്കിൽ നീ ഒരു മോശപ്പെട്ട ആൾ തന്നെയാണ്. അപ്പൊ നമുക്ക് നന്മ ചെയ്യുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നല്ലതായി ആളുകൾക്ക് അനുഭവപ്പെടും. ചീത്ത പ്രവർത്തനം ചെയ്താൽ ചീത്തയായും അനുഭവപ്പെടും. എത്ര ചെറിയ നന്മയാണെങ്കിൽ പോലും. ഇപ്പോൾ സദക്കയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന അമലുകൾ സദക്കയാണ്, ഇന്ന കാര്യം സദക്കയാണ്, നന്മ കൽപ്പിക്കൽ സദക്കയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം പറഞ്ഞു, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദക്ക, നീ നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ പുഞ്ചിരി സദക്കയാണ്. ഒരു പൈസൻ്റെ ചെലവില്ലല്ലോ, ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക. പുഞ്ചിരിച്ചുകൊണ്ട് മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിരുന്നത് എന്ന് പല സഹാബിമാരും പറഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയ കാര്യം പോലും നീ ഒരു കാര്യമല്ല എന്ന് വിചാരിക്കരുത് എന്നാ, നീ നിസ്സാരമാക്കരുത്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, മഅറൂഫായ കാര്യം നല്ല കാര്യം ചെയ്യുക, എത്ര ചെറുതാണെങ്കിലും അത് ചെറുതാണെന്ന് വിചാരിക്കരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലീഖ്, നീ നിന്റെ സഹോദരന്റെ മുഖത്ത് പുഞ്ചിരിയോടുകൂടി പ്രസന്നതയോടുകൂടി നോക്കുന്നുണ്ടല്ലോ, അത് പോലും നിനക്ക് പുണ്യകരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം പിടിച്ചാലോ, ദേഷ്യം പിടിച്ചാൽ അതും നിനക്ക് തന്നെ ദോഷമാണ്. പുഞ്ചിരിയെക്കുറിച്ചും ദേഷ്യം പിടിക്കുന്നതിനെക്കുറിച്ചുമുള്ള ഒരു ലേഖനത്തിൽ കാണുന്നു, ഒരാൾ പുഞ്ചിരിക്കുമ്പോഴേ അയാളുടെ മുഖത്തുള്ള 10 മുതൽ 20 വരെ പേശികൾ പ്രവർത്തിക്കും എന്നാണ്. ഒരു പുഞ്ചിരി ആയി വരണമല്ലോ അല്ലേ, കണ്ണിടുങ്ങണം, ചുണ്ട് ഇങ്ങനെ ആവണം, ശരീരം കവിളും ഒക്കെ. എന്നാൽ ദേഷ്യം പിടിക്കുമ്പോൾ 20 മുതൽ 40 വരെ പേശികൾ പ്രവർത്തിക്കണം എന്നാണ്. അതിൻ്റെ അധ്വാനം നിനക്ക് തന്നെയാണെന്ന്. ദേഷ്യം പിടിച്ചാൽ അതിൻ്റെ അധ്വാനം നിനക്ക് തന്നെയാണ്, അതിൻ്റെ ദോഷം നിനക്ക് തന്നെയാണ്. പ്രഷർ കൂടും, ഹൃദയം കൂടുതൽ മിടിക്കും, പല രോഗങ്ങളും ഉണ്ടാവും. അപ്പം നമ്മൾ ശാന്തരായി ജീവിക്കുക, നല്ല വാക്ക് പറയുക, ആളുകളോട് പുഞ്ചിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ആളുകൾക്ക് വല്ല നന്മയും കൈമാറുവാനും പറ്റും. നമ്മളിപ്പോൾ വെക്കേഷനിലേക്ക് കടന്നു. വെക്കേഷനിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, 2 വിഷയം പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പും വെക്കേഷനും. അത് രണ്ടും കൂടെ ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. വെക്കേഷനിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ നല്ല കോഴ്സുകൾക്ക് ചേർക്കണം. പല സ്ഥലത്തും ഉണ്ടാവും, പല പള്ളിയിലും പല മഹലിലും ഒക്കെ ഒരാഴ്ചയോ 4 ദിവസമോ 2 ദിവസമോ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ അര ദിവസം, പകുതി ദിവസം, കുറേ ദിവസങ്ങളായിട്ടൊക്കെ അതിൽ ഖുർആനും ഹദീസും ദീനീ കാര്യമൊക്കെ പഠിക്കാൻ അങ്ങനെ ഒരു കോഴ്സ് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ പള്ളിയുടെ കീഴിലുള്ള ഫാസ് അക്കാഡമിയിൽ, ഈ കോട്ടപ്പറമ്പ് ആശുപത്രിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ടിപ് ടോപ്പ് ടോപ്പിക്കാനയുടെ പുറകിലുള്ള കെട്ടിടം, നമ്മുടെ കെട്ടിടമാണത്. അവിടെ ഈ 13, 14, 15 3 ദിവസത്തെ കോഴ്സ്. അതിൽ 30 ആൺകുട്ടികൾക്കാണ് അഡ്മിഷൻ. ആദ്യം അതിന് അപേക്ഷിക്കുന്നവർക്ക് കിട്ടും. SSLC ഇക്കൊല്ലം കഴിഞ്ഞ കുട്ടികൾക്കാണ് അത് നൽകുക. പെൺകുട്ടികൾക്കുള്ള കോഴ്സുകളും വേറെ പല സ്ഥലങ്ങളിലും ഈ നഗരത്തിലുണ്ട്. അപ്പം അതും അന്വേഷിച്ച് പെൺകുട്ടികളെയും അവിടങ്ങളിൽ ചേർക്കാൻ നോക്കാം. പള്ളി കമ്മിറ്റിയുമായോ നമ്മുടെ ഓഫീസുമായോ ബന്ധപ്പെട്ടാൽ മതി. മറ്റൊന്ന് തെരഞ്ഞെടുപ്പ്. അതിനെക്കുറിച്ച് ചില കാര്യം പറയാനുണ്ട്. രാഷ്ട്രീയം പറയാനല്ല,
നമ്മുടെ ഏറ്റവും വലിയ ഒരു ഉപകരണമാണ് ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ്, വോട്ടിംഗ് എന്ന് പറയുന്നത്. അത് ഉപയോഗപ്പെടുത്തണം. വോട്ടിംഗ് നഷ്ടപ്പെടുത്തുക എന്നത് ജനാധിപത്യത്തിൽ നമ്മുടെ അവകാശം നഷ്ടപ്പെടുത്തലാണ്. നമ്മുടെ ഭരണഘടന കാത്തു സൂക്ഷിക്കും എന്ന് പറയുമെന്ന് നമുക്ക് ഉറപ്പുള്ള, ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്ന, വർഗീയതയില്ലാത്ത എല്ലാ മനുഷ്യരെയും, പ്രത്യേകിച്ച് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളെ അവരുടെ അവകാശങ്ങൾ നൽകും എന്ന് പറയുന്ന ആളുകൾക്ക് വോട്ട് രേഖപ്പെടുത്തണം. വർഗീയതക്കെതിരിലായിരിക്കണം നമ്മുടെ നിലപാട്. വർഗീയത പ്രചരിപ്പിച്ചിട്ട് എന്ത് കാര്യം? ആര് തമ്മിൽ? ഒരു സമുദായം മറ്റൊരു സമുദായത്തിനെതിരെ, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിനെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷമുണ്ടാക്കിയാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ വിദ്വേഷം തീർക്കാൻ കഴിയില്ല. വലിയ അക്രമമാണ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. മുസ്ലിം വോട്ട് ചെയ്യേണ്ടത് ഇവിടെ മുസ്ലിമാണെന്നോ, അല്ല ഹിന്ദു വോട്ട് ചെയ്യേണ്ടത് ഹിന്ദുവിനാണെന്നോ, ക്രിസ്ത്യാനി വോട്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനിക്കാണെന്നോ ഉള്ളതല്ല നമ്മുടെ വ്യവസ്ഥയും നമ്മുടെ രീതിയും. ഈ മൂല്യങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ച്, ഭരണഘടന കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുന്ന സംഘങ്ങൾ, പാർട്ടികൾ, വ്യക്തികൾ, നമുക്ക് ബോധ്യം വന്ന ആളുകൾ, അവർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. ഒരു നിലക്കും വർഗീയത, ഫാഷിസം വളരാനോ അതിനെ പ്രചരിപ്പിക്കുവാനോ ശ്രമിക്കുന്ന പ്രവർത്തനത്തിന് നമ്മളാരും കൂട്ടുനിൽക്കുകയും ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തേറുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ച് തരണമേ. ശാരീരികവും സാമ്പത്തികവും മറ്റു വിധത്തിലുമുള്ള പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും മാറ്റിത്തരണമേ. ഈ സമയത്ത് പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്ഥിരാവസ്ഥയും യുദ്ധവും ബോംബ് വർഷങ്ങളും, അതുകൊണ്ട് പ്രയാസപ്പെടുന്ന സമൂഹങ്ങൾ, നമ്മളും അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ പ്രയാസങ്ങളെല്ലാം അല്ലാഹുവേ ദൂരീകരിച്ച് തരണമേ. ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.